ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 3 ഇറിഗേഷൻ അതിലുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എക്സ്പ്ലെയിൻ വേരിയസ് മെത്തേഡ് ഓഫ് സർഫസ് ഇറിഗേഷൻ. ഓക്കെ, 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ വേരിയസ് മെത്തേഡ് ഓഫ് സർഫസ് ഇറിഗേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വേരിയസ് മെത്തേഡ് ഓഫ് സർഫസ് ഇറിഗേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇറിഗേഷൻ പല മെത്തേഡുണ്ട്. മെയിനായിട്ട് 4 മെത്തേഡുണ്ട്. സർഫസ് ഇറിഗേഷൻ, സബ് സർഫസ് ഇറിഗേഷൻ, സ്പ്രിങ്കിൾ ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ. ഇതിൽ തന്നെ നമ്മുടെ ഈ ഒരു സർഫസ് ഇറിഗേഷനെ വീണ്ടും നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. ഫ്ലഡിംഗ് മെത്തേഡ്, ഫെറോ മെത്തേഡ്, കോണ്ടൂർ മെത്തേഡ്. ഈ ഒരു ഫ്ലഡിംഗ് മെത്തേഡിനെ നമുക്ക് വീണ്ടും 2 ഡിവൈഡ് ചെയ്യാം. വൈൽഡ് ഫ്ലഡിംഗ് ആൻഡ് കൺട്രോൾഡ് ഫ്ലഡിംഗ്. വീണ്ടും നമുക്ക് ഈ കൺട്രോൾഡ് ഫ്ലഡിങ്ങിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഫ്രീ ഫ്ലഡിംഗ്, കോണ്ടൂർ ലാറ്ററൽസ്, ബോർഡർ സ്ട്രിപ്പ്, ചീക്ക് ഫ്ലഡിംഗ്, ബേസിൻ ഫ്ലഡിംഗ് ആൻഡ് സിക്സാഗ് മെത്തേഡ്. ഓക്കെ, ഇനി ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സർഫസ് ഇറിഗേഷൻ. ഓക്കെ, എന്താണ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത്? ഈ ഒരു ഇറിഗേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ വാട്ടറിൻ്റെയും നമ്മുടെ സോയിലിലേക്കിൻ്റെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പം ആ ഒരു സോയിലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു സർഫസ് ബൈ ഗ്രാവിറ്റി കൊണ്ട് എല്ലായിടത്തും ആ ഒരു വാട്ടർ എന്താവും, ഡിസ്ട്രിബ്യൂട്ട് ആവും. ഇനി ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് കോമൺ ഫോം ഓഫ് ഇറിഗേഷൻ മെത്തേഡാണ്. നമ്മുടെ വേൾഡിൽ യൂസ് ചെയ്യുന്നൊരു മോസ്റ്റ് കോമൺ മെത്തേഡാണ് നമ്മുടെ സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സർഫസ് ഇറിഗേഷൻ മെത്തേഡ് നമുക്ക് വീണ്ടും 3 ഡിവൈഡ് ചെയ്യാം. ഫ്ലഡിംഗ് മെത്തേഡ്, ഫെറോ മെത്തേഡ്, കോണ്ടൂർ ഫാമിംഗ്. ഓക്കെ, ഇനി ഈ ഫ്ലഡിംഗ് മെത്തേഡ് എന്താണ്, ഫെറോ മെത്തേഡ് എന്താണ്, കോണ്ടൂർ ഫാമിംഗ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫ്ലഡിംഗ് മെത്തേഡ്. ഫ്ലഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ആ ഒരു വാട്ടർ ചാനൽ, അതായത് നമുക്ക് പ്ലോട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിലുള്ള വാട്ടർ ചാനൽ എന്തായിരിക്കും, ഒരു ഓപ്പൺ കാണാം. ആ ഒരു ഓപ്പൺ വഴി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന വാട്ടർ എന്ത് ചെയ്യും, ഫ്രീലി ഫ്ലോ ചെയ്യും. അതുപോലെ തന്നെ ആ ഫ്ലോ ചെയ്ത് നമ്മുടെ ആ ഒരു എൻറ്റയർ ലാൻഡിനെ എന്ത് ചെയ്യും, അത് ഫുള്ളോടെ ഒന്ന് കവർ ചെയ്യും. ഈ ഒരു ഇതാണ് നമ്മൾ ഫ്ലഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലഡിംഗ് മെത്തേഡിനെ നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാം. കൺട്രോൾഡ് അല്ലെങ്കിൽ വൈൽഡ് ഫ്ലഡിംഗ് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യും. അല്ലെങ്കിൽ ആ ഒരു വാട്ടർ ഫ്ലഡ് ആവുന്ന സമയത്ത് ഇതെന്ന് പറയുന്നത് കൺട്രോൾഡ് ഒരു ഫ്ലഡഡ് ആയിരിക്കും. അതെന്ന് പറയുന്നത് ഈ മച്ച് കൺട്രോൾ ഓർ വിത്തൗട്ട് പ്രയർ പ്രിപ്പറേഷൻസ് ഓഫ് ലാൻഡ് ഇൻ ദ ഫോം ഓഫ് ഡിച്ചസ് ആൻഡ് ബോർഡേഴ്സ്. അതുപോലെ തന്നെ ഈ ഒരു വൈൽഡ് ഫ്ലോമിംഗ് എന്ന് പറയുന്നത് ഒരു ഏർലിയസ്റ്റ് ആൻഡ് പ്രിമിറ്റീവ് മെത്തേഡാണ് ദ ആപ്ലിക്കേഷൻ ഓഫ് വാട്ടർ ടു ദ ലാൻഡ്. വൈൽഡ് ഫ്ലഡിംഗ് ആൻഡ് ഏർലിയസ്റ്റ് പ്രിമിറ്റീവ് മെത്തേഡ്. അതുപോലെ നമ്മൾ വാട്ടർ ഈസ് അലൗഡഡ് ടു ഫ്ലോ ഓഫ് നാച്ചുറൽ സ്ലോപ്പ് ഓഫ് ദി ലാൻഡ്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ നല്ല ഫോഴ്സിൽ അതിൽ ആ ഒരു എൻറ്റയർ ലാൻഡിൽ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത് ഡ്യൂറിങ് ദ സീസൺ ഓഫ് ഹൈ സ്ട്രീം ഫ്ലോയിലായിരിക്കും കൂടുതലായിട്ട് അങ്ങനെ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞുള്ളത് കൺട്രോൾഡ് ഫ്ലഡിംഗ് ആണ്. കൺട്രോൾഡ് ഫ്ലഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വാട്ടർ നമ്മൾ ഒരു ലാൻഡിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഒരു ഇറിഗേഷൻ സംഭവിക്കും വിത്ത് പ്രോപ്പർ കൺട്രോൾ ഓഫ് ഫ്ലോ. വാട്ടർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ആസ് വെൽ ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമ്മൾ അപ്ലൈ ചെയ്യും. ഒരു ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമ്മളൊരു ലാൻഡിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പം ഈ എല്ലാ മെത്തേഡും കൺട്രോൾ ഫ്ലഡിംഗ് എക്യുപ്പ് പ്രിപ്പറേഷൻ ഓഫ് ലാൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലാൻഡ് എന്ന് പറയുന്നത് പ്രോപ്പർലി ഗ്രേഡഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അഗ്രികൾച്ചറൽ ഫീൽഡ് എന്ന് പറയുന്നത് ചെറിയ സ്മോൾ യൂണിറ്റ്സ് ആയിട്ട് എന്ത് ചെയ്തിരിക്കും, ഡിവൈഡ് ചെയ്തിരിക്കും. ഇനി നമുക്ക് ഈ ഒരു കൺട്രോൾ ഫ്ലഡിങ്ങിൽ തന്നെ അതിന് പല വേരിയസ് മെത്തേഡുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രീ ഫ്ലഡിംഗ്, കോണ്ടൂർ ലാറ്ററൽസ്, ബോർഡർ സ്ട്രിപ്പ്, ചീക്ക് ബേസിൻ ഫ്ലഡിംഗ്, സിക്സാഗ് മെത്തേഡ്. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രീ ഫ്ലഡിംഗ്. ഓക്കെ, ഫ്രീ ഫ്ലഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു ഫീൽഡ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലാൻഡിനെ എന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ സ്മോൾ സ്ട്രിപ്സ് ആയിട്ട് അതിനെ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അപ്പം ഓരോ നമ്പർ ഓഫ് ഈൽഡ് ചാനൽസിനെയും നമ്മൾ പറയുന്നതാണ് ലാറ്ററൽസ്. ഓക്കെ, ഈ ഒരു ലാറ്ററൽസ് എന്ന് പറയുന്നത് മേ ബി ഏത് റൈറ്റ് ആംഗിൾ ടു ദ സൈഡ് ഓഫ് ദ ഫീൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ടു ദ കോണ്ടൂർ ലൈൻസ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ആ ഒരു ലാൻഡിനെ നമ്മൾ കുറച്ച് സബ് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇറിഗേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അതിനെ സബ് ഡിവൈഡ് ചെയ്യും. ആ സമയത്തിന് ആ ഓരോ സ്മോൾ സ്ട്രിപ്പിനെയും നമ്മൾ പറയുന്നത് ഫീൽഡ് ചാനൽസിനെ നമ്മൾ പറയുന്നത് ലാറ്ററൽസ് എന്നാണ്. ഈ ലാറ്ററൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഫീൽഡിൻ്റെ സൈഡിനായിരിക്കും ചിലപ്പം റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ടു ദ കോണ്ടൂർ ലൈൻസിനായിരിക്കും. അതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ലാറ്ററൽസ് എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൽ ഇതെന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ടു ദി ഫീൽഡ് സൈഡും ഇതെന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ടു ദി നമ്മുടെ കോണ്ടൂർ ലൈൻസിനായിരിക്കും. ഓക്കെ, ഇതാണ് ആ രണ്ട് ഫിഗർ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ്
നമ്മൾ ഈ ലാറ്ററൽസ് എല്ലാം അലൈൻ ചെയ്യുന്നത് റൈറ്റ് ആംഗിൾ ടു ദ സൈഡ് ഓഫ് ദ ഫീൽഡിലാണെങ്കിൽ നമ്മുടെ ഇറിഗേഷൻ എന്ന് പറയുന്നത് പോസിബിൾ ഓൺലി ടു വൺ സൈഡ്. ഓക്കെ, ഒരു സൈഡിൽ മാത്രമേ നമുക്ക് ഇറിഗേഷൻ പോസിബിൾ ആകാൻ പറ്റൂ. ഇനി നമ്മുടെ ഈ ലാറ്ററൽസ് എല്ലാം അലൈൻ ചെയ്യുന്നത് റൈറ്റ് ആംഗിൾ ടു ദ കോണ്ടൂറിലാണെങ്കിൽ നമ്മൾ ഇറിഗേഷൻ എന്ത് ചെയ്യും, നമുക്ക് ബോത്ത് സൈഡിൽ അവൈലബിൾ ആയിരിക്കും. ഇനി ഫീൽഡ് ചാനൽ എന്ത് ചെയ്യും, നമ്മൾ വാട്ടർ റിസീവ് ചെയ്യും. അതായത് മെയിൻ സപ്ലൈ ഓഫ് ചാനലിൽ നിന്ന് ഫീൽഡ് ചാനൽ വാട്ടർ സപ്ലൈ ചെയ്യും. അതെന്ത് ചെയ്യും, ഡിസ്ചാർജ് എക്സസ് വാട്ടർ എന്ത് ചെയ്യും, വേസ്റ്റ് ചാനലിലോട്ട് അത് ഡിസ്ചാർജ് ചെയ്യും. ഇനി കോണ്ടൂർ ലാറ്ററൽസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കേസ് ഓഫ് റീഫ്ലഡിങ് ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫീൽഡ് ചാനൽസ് അല്ലെങ്കിൽ ലാറ്ററൽസ് എല്ലാം അലൈൻ അപ്രോക്സിമേറ്റ്ലി അലോങ് ദ കോണ്ടൂർ ലൈൻസ്. കോണ്ടൂർ ലൈൻസിന് അലോങ് ആയിട്ടായിരിക്കും നമ്മുടെ ഫീൽഡ് ചാനൽ അല്ലെങ്കിൽ ഈ ലാറ്ററൽസ് എല്ലാം എന്ത് ചെയ്യുന്നത്, അലൈൻ ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് ഓഫ് ഇറിഗേഷൻ പോസിബിൾ ഉള്ളി സൈഡ് ഓഫ് ദി ലാറ്ററൽസിൽ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അതാണ് നമ്മുടെ സൈഡ് ഓഫ് ദ ലാറ്ററൽസിൽ മാത്രമേ ഈ ഒരു മെത്തേഡ് നമുക്ക് പോസിബിൾ ആവുള്ളൂ. ഇനി ബോർഡർ സ്ട്രിപ്പ് ഫ്ലഡിങ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡിൽ നമ്മുടെ ലാൻഡിനെ എന്ത് ചെയ്യും, ചെറിയ ചെറിയ സീരീസ് ഓഫ് സ്ട്രിപ്പ്, അതായത് 10 to 20 മീറ്റർ വൈഡിലും 100 to 300 മീറ്റർ ലോങ്ങിലും ചെറിയ ചെറിയ സ്ട്രിപ്പായിട്ട് അതിനെന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏരിയാസ് വെൻ ദ ഏരിയാസ് അറ്റ് ദ ലെവൽ വിത്ത് ദ ജെൻറ്റിൽ സ്ലോപ്പുള്ള ഏരിയാസിലായിരിക്കും നമ്മുടെ ഈ ബോർഡർ സ്ട്രിപ്പ് ഫ്ലഡിങ് നമ്മൾ യൂസ്ഫുൾ ആയിട്ട്. അതിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി ചീക്ക് ഫ്ലഡിങ് എന്ന് പറയും. അതായത് നമ്മുടെ ഫ്രീ ഫ്ലഡിങ്ങിന് സിമിലർ ആണ്. എക്സ്പെക്റ്റ്, അതായത് നമ്മുടെ ലാൻഡിനെയൊക്കെ ഒരു പ്ലോട്ടായിട്ട് സബ്ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊഴികെ ബാക്കിയെല്ലാം നമ്മുടെ ഫ്രീ ഫ്ലഡിങ്ങിന് എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. ഇനി ഈ ഒരു ഹോൾ ഏരിയനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു നമ്പർ ഓഫ് ആ ഒരു പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഇറിഗേഷൻ ബൈ പ്ലോട്ട്സ് എന്ന് പറയുന്നത്. ആ എൻറ്റയർ ഏരിയനെ നമ്മൾ നമ്പർ ഓഫ് പ്ലോട്ടായി നമ്മൾ ഡിവൈഡ് ചെയ്യും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇറിഗേഷൻ ബൈ പ്ലോട്ട്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ഫിഗർ എന്ന് കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബേസിൻ ഫ്ലഡിങ് ഉണ്ടല്ലോ. ബേസിൻ ഫ്ലഡിങ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ചീക്ക് ഫ്ലഡിങ് ആണ് ബേസിൻ ഫ്ലഡിങ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രീക്വൻ്റ്ലി ടു ഇറിഗേറ്റ് ദ പ്ലാന്റ്സ് ഓർ യൂസ്ഡ് ഇൻ ഗാർഡൻസിലും അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഇറിഗേഷനും വേണ്ടിയിട്ടാണ് ഈ ബേസിൻ ഫ്ലഡിങ് യൂസ് ചെയ്യാറ്. എല്ലാ പ്ലാന്റ്സും എന്ത് ചെയ്യും, ഒരു സർക്കുലർ ചാനൽസ് വെച്ച് എന്ത് ചെയ്യും, എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബേസിൻ എന്ന് പറയുന്നത്. ഈച്ച് പ്ലാന്റ് ഈസ് എൻക്ലോസ്ഡ് ബൈ എ സർക്കുലർ ചാനൽ. ഓക്കെ, അതിനാണ് നമ്മൾ ബേസിൻ എന്ന് പറയുന്നത്. ഇനി ഈ ബേസിനെല്ലാം നമ്മളൊരു സ്മോൾ ഫീൽഡ് ഡിച്ചസിൽ എന്തായാലും കണക്ട് ചെയ്ത് വെച്ചിരിക്കും. ഈ ഒരു ഫീൽഡ് ഡിച്ചസ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സപ്ലൈയിൽ നിന്ന് ഫ്രീ ആയിരിക്കും. ഇനി 1 റിംഗ് ബേസിൻ മേ ബി ഫോംഡ് ആസ് 2 ഓഫ്. ഇതാണ് നമ്മുടെ ആ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഈ റിംഗ് ബേസിൻ, ഇൻഡിവിജ്വൽ റിംഗ് ബേസിൻ നമ്മൾ ചെയ്തു വെച്ചിരിക്കും. ഇനി ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ സിക്സാഗ് മെത്തേഡാണ്. സിക്സാഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡ് നമ്മുടെ അഗ്രികൾച്ചറിൽ എന്ത് ചെയ്യും, അഗ്രികൾച്ചറൽ ഫീൽഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ പ്ലോട്ടായിട്ട് ഇത് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അപ്പം നമ്മൾ ഇതിലൂടെ വാട്ടർ സപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു പ്ലോട്ടിലേക്ക് വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻ എ സിക്സാഗ് വേയിലൂടെ ആയിരിക്കും ആ ഒരു വാട്ടർ അതിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. വാട്ടർ ഫ്ലോ ഇൻ എ സിക്സാഗ് വേ ടു കവർ ദ എൻറ്റയർ ഏരിയ. ഓക്കെ, അതാണിതാ. അപ്പം ഇതൊരു ഡിസൈഡ് ഡെപ്തിലെത്തുമ്പോൾ അറ്റേനെ ഓപ്പണിങ് അതെന്താവും, ക്ലോസ്. ആ ഒരു ഓപ്പണിംഗ് എല്ലാം ഒരു ഡിസൈഡ് ഡെപ്തിലെത്തുമ്പോൾ അതെല്ലാം ക്ലോസ് ആവും. ഓക്കെ, ഇതാണ് അതിൻ്റെ ആ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ വേരിയസ് മെത്തേഡ് ഓഫ് സർഫസ്. ഓക്കെ, സർഫസ് ഇറിഗേഷൻ്റെ വേരിയസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഷെഡ്യൂൾ 3 ഇറിഗേഷൻ, അല്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ വാട്ടർ കോഴ്സ് ഹാസ് ദ കൾച്ചറബിൾ commanded area 2600 hectare, out of which the intensity of irrigation for perennial sugar cane and rice crop are 20% and 40% respectively. The duty for these crop at the head of water course are 750 hectare per cubic and 1800 hectare per cubic respectively. Find the discharge required at the head of water course if the peak demand is 120% of average requirement. 10 മാർക്കിന് ഡിസംബർ 2017 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ വാട്ടർ, അതായത് ഫുൾ ആ ഒരു ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 2600 ഹെക്ടർ. ഓക്കെ, അതിൽ 2 നമുക്ക് ക്രോപ്പ് ഉണ്ട്. അതായത് ഒരു ഷുഗർ കെയിനും ഉണ്ട്, അതുപോലെ തന്നെ റൈസും ഉണ്ട്. 20% ഓഫ് ഷുഗർ കെയിനും 40% ഓഫ് റൈസുമാണ് നമുക്കതിൽ ഉള്ളത്. ഇനി ഈ 2 ക്രോപ്പിൻ്റെയും ഡ്യൂട്ടി എന്ന് പറയുന്നത് ദ ഹെഡ് ഓഫ് വാട്ടർ 750 ഹെക്ടർ ഫോർ ഏതിനായിരിക്കും, ഷുഗറിനും 1800 ഹെക്ടർ ക്യൂമിക് അതെന്ന് പറയുന്നത് നമ്മുടെ റൈസിനുമായിരിക്കും. പറഞ്ഞിരിക്കുന്നത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡിസ്ചാർജ് ആയിരിക്കും. ഡിസ്ചാർജ് റെക്വയർഡ് ദ ഹെഡ് ഓഫ് വാട്ടർ ഇഫ് ദ പീക്ക് ഡിമാൻഡ് ഇസ്, അത് പീക്ക് ഡിമാൻഡ് 120% എത്തുമ്പോഴുള്ള ആ ഒരു
ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഓഫ് ആവറേജ് റിക്വയർമെൻറ്റ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ആദ്യം. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏരിയ കണ്ടുപിടിക്കണം. അതായത് ഏരിയ അണ്ടർ ഷുഗർ കെയിനും കാണണം, ഏരിയ അണ്ടർ റൈസും കാണണം. അതായത് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഫുൾ നമുക്ക് തന്നിട്ടുണ്ട് 2600 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 2600-ൽ 20% ഷുഗർ കെയിനാണ്. അപ്പോൾ നമ്മൾ 20/100 ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 0.2 എന്ന് കിട്ടും. അതാണ് 2600 × 0.2. അപ്പോൾ നമുക്ക് 520 ഹെക്ടർ എന്ന് കിട്ടും. ഇനി ഏരിയ അണ്ടർ റൈസ്, നമ്മുടെ റൈസ് എന്ന് പറയുന്നത് 40% ആണ്. അതുപോലെ തന്നെ നമ്മുടെ 40/100 ചെയ്യുമ്പോൾ 0.4 കിട്ടും. അപ്പോൾ നമ്മുടെ ഫുൾ ടോട്ടൽ 2600 ആണ്. അത് × 4 ചെയ്യുമ്പോൾ നമുക്ക് റൈസിൻ്റെത് 1040 ഹെക്ടർ എന്ന് കിട്ടും. ഇനി നമുക്ക് പറയുന്നത് വാട്ടർ റെക്കോർഡ് ഫോർ ഷുഗർ കെയിന്. അതായത് ആ ഒരു ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഷുഗർ കെയിന് ആ ഒരു ഹെഡ് ഓഫ് ലെവൽ എന്ന് പറയുന്നത് 750 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഷുഗർ കെയിനിൻ്റെ ഏരിയ നമ്മൾ 520 കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഒരു 520നെ നമുക്ക് എന്ത് ചെയ്യാം? 750 എന്ത് ചെയ്യുന്നത് അത് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.694 ക്യൂമിക് എന്ന് കിട്ടും വാട്ടർ റെക്കോർഡ്. അതുപോലെ തന്നെ നമ്മൾ വാട്ടർ റെക്കോർഡ് ഫോർ റൈസ് എങ്ങനെ കാണും? അതിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ആ ഒരു ഹെഡ് നമുക്ക് തന്നിട്ടുണ്ട് 1800. ഓക്കെ, അപ്പം ഈ ഒരു റൈസിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ നമ്മൾ ആ ഒരു ഹെഡ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 1800. അപ്പോൾ നമുക്ക് 0.78 ക്യൂമിക് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മളിവിടെ പറഞ്ഞായിരുന്നു, നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ട് പെരിനിയൽ ഷുഗർ കെയിൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമുക്ക് ആ ഒരു ഷുഗറിന് നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു ത്രൂ ഔട്ട് ഇയർ വാട്ടർ എന്ത് ചെയ്യും? റെക്കോർഡായിട്ട് വരും. അങ്ങനെയുള്ള ക്രോപ്പിനെയാണ് നമ്മൾ പെരിനിയൽ ക്രോപ്പ് എന്ന് പറയുന്നത്. ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് വാട്ടർ റെക്കോർഡ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്രോപ്പിനെ നമ്മൾ പെരിനിയൽ ക്രോപ്പ് എന്ന് പറയും. അപ്പം ഈ ഒരു വാട്ടർ എന്ന് പറയുന്നത് ഹെൻസ് ദ വാട്ടർ ഒക്കെ മസ്റ്റ് ക്യാരി എ ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? നമുക്കിവിടെ കിട്ടിയ 0.694നെയും അതുപോലെ തന്നെ 0.78നെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഡിസ്ചാർജ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കത് 1.272 എന്ന് കിട്ടി. ഇനി നമ്മൾ ഡിസ്ചാർജ് ടു മീറ്റ് അറ്റ് എ പീക്ക് ഡിമാൻഡ് നമുക്കവിടെ 120% എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 120% എന്ന് പറയുമ്പോൾ എത്രയാണ്? നമുക്ക് 1.2 എന്ന് വരും അല്ലേ? 1.2. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ടോട്ടൽ ഡിസ്ചാർജ് 1.27 ഇൻറ്റു ആ ഒരു 1.2 ചെയ്യുമ്പോൾ നമുക്ക് 1.53 ക്യൂമിക് എന്ന് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, താങ്ക് യു. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ഫ്ലോ ആൻഡ് ലിഫ്റ്റ് ഇറിഗേഷൻ. ഓക്കെ, ഡിസംബർ 2017 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഫ്ലോ ആൻഡ് ലിഫ്റ്റ് ഇറിഗേഷൻ ഡിഫൈൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഇറിഗേഷൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: സർഫസ് ഇറിഗേഷൻ ആൻഡ് സബ് സർഫസ് ഇറിഗേഷൻ. അതിൽ സർഫസ് ഇറിഗേഷനെ നമുക്ക് രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്യാം: ഫ്ലോ ഇറിഗേഷൻ ആൻഡ് ലിഫ്റ്റ് ഇറിഗേഷൻ. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫ്ലോ ഇറിഗേഷനും ലിഫ്റ്റ് ഇറിഗേഷനും ഡിഫൈൻ ചെയ്യാനാണ്. പിന്നെ നമ്മുടെ സർഫസ് ഇറിഗേഷൻ നാച്ചുറൽ സബ് സർഫസ് ഇറിഗേഷൻ ഉണ്ട്, ആർട്ടിഫിഷ്യലി സബ് സർഫസ് ഇറിഗേഷൻ ഉണ്ട്. അപ്പം എന്താണ് ഫ്ലോ ഇറിഗേഷൻ, എന്താണ് ലിഫ്റ്റ് ഇറിഗേഷൻ നോക്കാം. അതായത് ഫ്ലോ ഇറിഗേഷൻ എന്ന് പറയുന്നത് എപ്പോഴാണോ നമുക്ക് വാട്ടർ അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് അത് നമ്മൾ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് എന്ത് ചെയ്യുന്നു? സപ്ലൈ ചെയ്യുന്നു ബൈ മീൻസ് ഓഫ് ഗ്രാവിറ്റി. ഇതിനെയാണ് നമ്മൾ ഫ്ലോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. നമ്മൾ വാട്ടർ അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് വാട്ടറിനെ നമ്മൾ ഹയർ ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്ക് സപ്ലൈ ചെയ്യുന്നു ബൈ മീൻസ് ഓഫ് ഗ്രാവിറ്റി. ഇനി ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത് ഇഫ് ദ വാട്ടർ ഈസ് പമ്പ്ഡ് ബൈ സം മെക്കാനിക്കൽ ഓർ മാനുവൽ മീൻസ്, മെക്കാനിക്കലിയോ അല്ലെങ്കിൽ മാനുവൽ മീൻസ് വഴിയോ നമ്മൾ വാട്ടറിന് എന്ത് ചെയ്യുന്നു? സപ്ലൈ ചെയ്യുന്നു, അതായത് പമ്പ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഫ്ലോ ഇറിഗേഷൻ ആൻഡ് ലിഫ്റ്റ് ഇറിഗേഷൻ. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 3 ഇറിഗേഷൻ. അതിൽ നമുക്ക് ഡിസംബർ 2018 ചോദിച്ച ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡിഫൈൻ ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റ ആൻഡ് ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. ഡ്യൂട്ടി എന്താണ്, ഡെൽറ്റ എന്താണ്, അതിൻ്റെ റിലേഷൻഷിപ്പും ചോദിച്ചിട്ടുണ്ട്. 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഡ്യൂട്ടി എന്ന് നോക്കാം. ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ് ദി ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് യൂണിറ്റ് ഓഫ് വാട്ടർ. അതായത് യൂണിറ്റ് ഓഫ് വാട്ടറിൻ്റെ ഇറിഗേഷൻ കപ്പാസിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് ഡ്യൂട്ടി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് അതായത് ദ റിലേഷൻ ബിറ്റ്വീൻ ഏരിയ ഓഫ് ലാൻഡ്
irrigated and the quantity of water required to be supplied for growing a crop. അതായത് ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ റിലേഷൻഷിപ്പാണ്? നമ്മുടെ ലാൻഡിൻ്റെ ഏരിയ, ഇറിഗേറ്റഡ് ആവുന്ന ആ ഒരു ലാൻഡിൻ്റെ ഏരിയയും നമ്മൾ ആ ഒരു ക്രോപ്പിൻ്റെ ഗ്രോയിങ്ങിന് വേണ്ടി സപ്ലൈ ചെയ്യുന്ന വാട്ടറും തമ്മിലുള്ള ആ ഒരു റേഷ്യോ അതിന് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഡ്യൂട്ടി ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അതായത് ഡ്യൂട്ടിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ D ആണ്. ഇറ്റ് ഡിഫൈൻ ആസ് ദി ഏരിയ ഓഫ് ലാൻഡ് ഇൻ ഹെക്ടർ വിച്ച് ക്യാൻ ബി irrigated if 1 cubic of water is supplied continuously to the land for the entire period of crop. അതിനെയാണ് നമ്മൾ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതിന് ഡെഫിനേഷൻ, അതായത് നമ്മുടെ ഏരിയ ഓഫ് ലാൻഡ് ഇൻ ഹെക്ടർ, അതായത് ഒരു ഏരിയ, ഒരു ലാൻഡ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹെക്ടർ ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യും? ഇറിഗേറ്റ് ചെയ്യും. ഇഫ് 1 cubic ഓഫ് വാട്ടർ യൂസ് ചെയ്ത് എന്ത് ചെയ്യും? ഈ സപ്ലൈ ചെയ്ത് അപ്പം ഇറിഗേറ്റ് ചെയ്യും കണ്ടിന്യൂസ്ലി ടു ആ ഒരു ലാൻഡിലേക്ക്. നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു എൻറ്റയർ ഏരിയയിലേക്ക് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് ഡ്യൂട്ടിക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ 3 cubic ഓഫ് വാട്ടറാണ് അതായത് ഒരു 5100 ഒരു ഏരിയ ഉള്ള ആ ഒരു ഹെക്ടറുള്ള ഇതിൽ നമ്മൾ 3 cubic ഓഫ് വാട്ടറാണ് അതിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ 5100/3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡ്യൂട്ടി കിട്ടും. ഓക്കെ, ഇനി ഡെൽറ്റ എന്താണെന്നാണ് നമ്മൾ നോക്കാവുന്നത്. ഡെൽറ്റ എന്ന് പറയുന്നത് ഈച്ച് അപ്പ് require a certain amount of water after a certain fixed interval of time. ഓരോ ഫിക്സഡ് ഇൻ്റർവൽ ഓഫ് ടൈം കഴിയുമ്പോഴും നമുക്ക് എന്തുണ്ട്? ആ ഒരു റെക്കോർഡ് എമൗണ്ട് ഓഫ് വാട്ടർ നമുക്ക് ആവശ്യമായിരിക്കും. ആ ത്രൂ ഔട്ട് ദ പീരീഡ് ഓഫ് ഗ്രോത്തിൽ കുറച്ച് ഓരോ ഇൻ്റർവൽ കഴിയുമ്പോഴും റെക്കോർഡ് എമൗണ്ട് ഓഫ് വാട്ടർ നമുക്ക് എന്തായിട്ട് വരും? ആവശ്യമായിട്ട് വരും. ഇനി നമുക്ക് ഈ ഒരു ഡെപ്ത് ഓഫ് വാട്ടർ റെക്കോർഡ് എവറി ടൈം ജനറലി വേരി ഫ്രം 5 to 10 സെൻറ്റിമീറ്റർ ഡിപ്പെൻഡിങ് അപ്പോൾ ദ ടൈപ്പ് ഓഫ് ക്രോപ്പ്. അതൊരു നമ്മുടെ ആ ഒരു ക്രോപ്പിൻ്റെ ടൈപ്പ് അനുസരിച്ചായിരിക്കും ആ ഒരു ഡെപ്ത് ഓഫ് വാട്ടർ റെക്കോർഡ് ഫോർ എവറി ടൈം ഇരിക്കുന്നത്. അത് വേരി ചെയ്യുന്നത് 5 to 10 സെൻറ്റിമീറ്റർ. ഇനി നമ്മുടെ ഡെപ്ത് ഓഫ് വാട്ടർ റെക്കോർഡ് ഫോർ 5 times ഓഫ് ഡ്യൂറിങ് ആ ഒരു ബേസ് പീരീഡിൽ നമുക്ക് ഇപ്പം ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് റെക്കോർഡ് ഫോർ 5 times ആണെങ്കിൽ ദ ടോട്ടൽ വാട്ടർ റെക്കോർഡ് ഫോർ ദ പീരീഡ് ആ ഒരു ക്രോപ്പ് ഫോർ ഫുൾ ഗ്രോത്ത് എന്ന് പറയുന്നത് 5 മൾട്ടിപ്ലൈഡ് ബൈ ഈച്ച് ടൈം. ഓരോ ടൈം ഡെപ്തിന് ഈ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കൊരു വാല്യൂ കിട്ടും. ഇനി ഡെൽറ്റ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മുടെ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റെക്കോർഡ് ബൈ ക്രോപ്പ്, അതായത് ആ ഒരു ബേസ് പീരീഡിൽ ക്രോപ്പിന് ആവശ്യമായിട്ടുള്ള ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടറും അതുപോലെ തന്നെ ബേസ് പീരീഡ് ഓഫ് ക്രോപ്പ് ഇൻ ദ ഫീൽഡ് ആൻഡ് ഡിനോട്ട് ആ ഒരു ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടറിനെയാണ് നമ്മൾക്ക് എന്തെന്ന് പറയുന്നത് ഡെൽറ്റ എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്നത് ഈ ഡെൽറ്റ വെച്ചിട്ടായിരിക്കും. ഡെൽറ്റ യൂണിറ്റ് ഇൻ മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡ്യൂട്ടി എന്താണ്, ഡെൽറ്റ എന്താണ്, അതിൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്നും കൂടി നോക്കാം. ഓക്കെ, ഡ്യൂട്ടിയുടെ ഡെൽറ്റയും അതുപോലെ തന്നെ നമ്മുടെ ബേസ് പീരീഡും വെച്ചുള്ള റിലേഷൻഷിപ്പാണ് ഇതിൽ പറയുന്നത്. അതായത് നമ്മളൊരു ബേസ് പീരീഡ് എടുക്കുക. ഓക്കെ, ഒരു ക്രോപ്പിൻ്റെ ബേസ് പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് B ആണ്. ഓക്കെ, ഒരു ക്രോപ്പിൻ്റെ ബേസ് പീരീഡ് നമ്മൾ എടുക്കുന്നത് B ആണ്. അപ്പം 1 cubic വാട്ടർ അപ്ലൈ ടു ദ ആ ഒരു ക്രോപ്പിൽ നമ്മൾ 1 cubic വാട്ടർ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും. ആ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നമ്മൾ 1 cubic വാട്ടർ ഓഫ് അപ്ലൈ ചെയ്യും ഫോർ B days. അപ്പം വോളിയൂം ഓഫ് വാട്ടർ അപ്ലൈഡ് ഇൻ ദിസ് ക്രോപ്പ് എന്ന് പറയുന്നത്, അതായത് ആ ഒരു B days നമ്മൾ അപ്ലൈ ചെയ്യുന്ന വാട്ടറിൻ്റെ വോളിയൂം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ യൂണിറ്റ് ആയിട്ട് 1 എന്നെടുത്തു. ഓക്കെ, അതാണ് യൂണിറ്റ് ആയിട്ട് 1. അതിന് നമുക്ക് സെക്കൻഡിലായിരിക്കും അല്ലേ? സെക്കൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു മിനിറ്റ് ആക്കാൻ 60 ചെയ്യണം. പിന്നെ അവർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഒരു 16 കൂടി ചെയ്യണം. പിന്നെ ഡേ ആക്കാൻ 24 ചെയ്യണം ഇൻറ്റു B. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 86.400 B മീറ്റർ സ്ക്വയറിന് കിട്ടും, മീറ്റർ ക്യൂബിന് കിട്ടും നമ്മുടെ വോളിയം. ഓക്കെ, ബൈ ഡെഫിനേഷൻ ഓഫ് ഡ്യൂട്ടിയുടെ ഡെഫിനേഷൻസ് അനുസരിച്ച് 1 cubic മീറ്റർ സപ്ലൈഡ് ഫോർ എ B days മീറ്റർ ഡീസ് ഹെക്ടർ ഓഫ് ലാൻഡ് ആയിരിക്കും. അതായത് നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, അതായത് നമ്മുടെ വോളിയം എന്ന് പറയുന്നത് മെച്ചർ ആയിരിക്കും. D ഹെക്ടർ ഓഫ് ലാൻഡ് അല്ലെങ്കിൽ അതെന്ന് പറയുന്നത് 10⁻⁴ D സ്ക്വയർ മീറ്റർ ഓഫ് ഏരിയ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ അപ്ലൈഡ് എന്ന് പറയുന്നത് ലാൻഡ് ഈസ് ഈക്വൽ ടു വോളിയം ബൈ ഏരിയ ആണ് അല്ലേ? ലാൻഡ് എന്ന് പറയുന്നത് വോളിയം ബൈ ഏരിയ. നമുക്കിവിടെ വോളിയം എന്ന് പറയുന്നത് 86.40 എന്ന് കിട്ടി. അതേ ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് 10⁻⁴ D, അതായത് 10⁻⁴ D. അത് ചെയ്യുമ്പോൾ നമുക്ക് 8.64 B/D എന്ന് കിട്ടും. ഓക്കെ, ബൈ ഡെഫിനിഷൻ ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ ഈസ് കോൾഡ് ഡെൽറ്റ. അതായത് ഡെൽറ്റ എന്ന് പറയുന്നത് 8.64 B/D മീറ്റർ അല്ലെങ്കിൽ 86.4 B/D. ഓക്കെ, 8.64 B/D മീറ്റർ അല്ലെങ്കിൽ 86.4 B/D ഇൻ സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.